ഇഡ്ഡലി കഷ്ണങ്ങളാക്കി മീൻ പൊരിക്കുന്നത് പോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇഡ്ഡലി കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ അവർക്ക് ഇഷ്ടമാകും. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ഇഡ്ഡലി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. വലിയ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് 4 കഷ്ണമാക്കി മുറിക്കാം. ചെറിയ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് 3 കഷ്ണമാക്കി മുറിക്കാം. എൻ്റെ ഇഡ്ഡലി ഇവിടെ ചെറിയ ഇഡ്ഡലിയാണ്. ഞാൻ അതുകൊണ്ട് 3 കഷ്ണമാക്കിയിട്ടാണ് മുറിക്കുന്നത്. മുറിച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരാളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മതി. പിന്നെ ഇഡ്ഡലിയിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളം കുടഞ്ഞിട്ട് നമ്മളൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആക്കിയാലും മതി. കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല, അത് ഉടഞ്ഞു പോവില്ലേ. സോഫ്റ്റുള്ള ഇഡ്ഡലിയല്ലേ. അങ്ങനെ മുളക് പൊടി ആ ഉപ്പും നന്നായി അതിൻ്റെ മുകളിൽ ആയതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി, നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം അപ്പോൾ എണ്ണ കുറച്ച് മതി, മറ്റേതാകുമ്പോൾ എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് മീൻ പൊരിക്കുന്നത് പോലെ ഇത് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെള്ളം കൂടി പോവരുത് ഒഴിക്കുന്ന സമയത്ത്. നമുക്കത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഫ്രൈ ഇവിടെ റെഡിയായി.